അച്ഛാ എങ്ങനെയുണ്ട്? മോശം, വളരെ മോശം. മോശോ? മക്കളെ, ഞാൻ ഇത് വലിച്ചേറി കളയാത്തെന്നറിയാം. ഞാൻ ഒരുപാട് മഹാരഥന്മാരുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുമല്ല, എനിക്ക് അക്ഷരങ്ങളോട് എൻ്റെ ബഹുമാനം, ആദരവ്, ആ ഒറ്റ കാരണത്താൽ ഞാൻ ഇത് വലിച്ചേറി കളയില്ല. അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യ്, റീറൈറ്റ്. എന്തോന്ന് വെച്ചത് നല്ലതല്ലേ? എന്ത് നല്ലതല്ലേ? റീറൈറ്റ് ചെയ്യാൻ റീറൈറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. എന്താന്ന് ബഹളം വെക്കണത്? അതായത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെതായ ലോകത്ത് കൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്, ഞാൻ വ്യാപരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ബഹളം കാണും, ദേഷ്യം കാണും, ചീത്തവിളി കാണും. ഇതൊക്കെ ചോദ്യം ചെയ്യാൻ വരരുത്. പ്ലീസ് ലീവ് മീ അലോൺ. ശല്യം ചെയ്താൽ പോകൂ. അയ്യോ സോറി, നമ്മൾ ശല്യപ്പെടുത്തില്ല. നിങ്ങൾ പണി കിടക്കട്ടെ. എന്താ ലച്ചു, എന്താ പറ്റിയേ? നല്ല കഥയായിരുന്നു രമാൻഡി. അച്ഛൻ അത് റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞു. മോളെ, കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞും. അതുകൊണ്ട് നിന്റെ കഥ നിനക്ക് നല്ലത്, ബാക്കിയുള്ളവർക്കാണ് പ്രശ്നം ഉണ്ടാക്കണത്. അതുകൊണ്ട് റീറൈറ്റ് ചെയ്യും. അത് ബാലചൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഇത് ബാലചൻ ഷോഫ് എനിക്ക് തോന്നുന്നില്ല. കറക്റ്റാ. അല്ല, ബാലചൻ സീരിയസ് ആയിട്ട് പറഞ്ഞതായിരിക്കുമെന്ന്. അച്ഛാ, അതുമല്ല, കടയിൽ പോണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടാണോ പറഞ്ഞേ? ഒരു മിനിറ്റ്, അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്, എന്നിട്ട് പൊക്കോളാം. ചിറ്റപ്പനെ അച്ഛൻ്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിപ്പിക്കണം. എന്തുപോലെ ഗ്യാസ് വെച്ച് വല്ല വഴി യവന്റെ ഈ ആഗ്രഹം ഞാൻ മുളകെ നുള്ളി കളഞ്ഞാണല്ലോ. അതിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ചെറിയ ചാൻസ് കൊടുക്ക. അച്ഛൻ്റെ ശിവമോളല്ലേ പറയുന്നത്, പ്ലീസ്. ഇത് അവന് പറ്റിയ ക്യാരക്ടർ ഇല്ലെന്നേ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ മിസ്കാസ്റ്റ് ചെയ്യാറില്ല. ഇത് ഒരു 10-18 വയസ്സായ ഒരു യങ് ബോയ് ആണ്. അവന് നോക്കി നോക്ക്, അവൻ്റെ മുഖം നോക്ക്. വിഗ് വെച്ചാലോ? വിഗിനുള്ള പൈസ നീ കൊടുക്കൂ. ബാലു, ആ, നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു നടനും ഒരു ഡയറക്ടറും. നല്ല കാര്യമല്ലേ? ആ, നല്ല കാര്യമാണ്. അപ്പൊ ആൾക്കാർ ഡേറ്റ് ഒക്കെ ചോദിച്ചു വരുമ്പോഴേ ഒരിടത്ത് വന്നാൽ മതിയല്ലോ, രണ്ടുപേരും കിട്ടുമല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യും, കുട്ടമ്പളുടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ, നമുക്ക് പടവലം പ്രൊഡക്ഷൻസ് ഉണ്ടാ. അങ്ങനെയാണെങ്കിൽ ക്യാമറമാൻ മാധവ് തമ്പി. ഓക്കെ, എന്താ പറയാമെന്ന്? നീ എന്താ പറയാമെന്ന്? അല്ല ചാ, ചിറ്റപ്പൻ്റെ അവസരം കൊടുത്ത് കയറ്റി വിട്, ചിലപ്പോൾ രക്ഷപ്പെട്ട് പോയാലേ. ഒരവസരം കൊടുക്ക് ചേട്ടാ. ഈ അവസരം കൊടുക്കാൻ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഇത് എക്സ്പെരിമെന്റ് ചെയ്താണോ, ലാഭമല്ലാണോ അവസരം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അല്ല, അഭിനയിപ്പിച്ച് നോക്കിയിട്ട് നന്നാവാണെങ്കിൽ ഇൻഡസ്ട്രി അല്ല, മലയാള ഇൻഡസ്ട്രി അഭിനയിച്ച് ബിഗ് ഇൻഡസ്ട്രി അല്ലെ, ബോളിവുഡ് ഇൻഡസ്ട്രി അല്ലേ? ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അഭിനയിച്ചിട്ട് നോക്കിയിട്ട് നന്നാവാണെങ്കിൽ അല്ല എടുക്കണത്. നല്ല ശബ്ദം ഡബ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പോവാലോ ഒന്ന്. അച്ഛാ, ഒരു ചാൻസ് കൊടുത്തു നോക്ക്. ചിറ്റപ്പനെ കൊണ്ട് അഭിനയിപ്പിച്ച് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ മാത്രം എടുത്താൽ മതി, പോരെ? ആ, കൊള്ളാൻ കിടക്കുക, ഇത് ഇൻഡസ്ട്രി അല്ലേ? കൊള്ളാൻ കിടക്കുക. കൊടുക്ക് ചേട്ടാ. ശിവമോള് പറയുമല്ലേ, പ്ലീസ്. ശരി, ഞാനൊരു സംഭവം പറയാം. ഇയാളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞത് ഫസ്റ്റ് നൈറ്റ് ഒന്നുമില്ല, അങ്ങനെ കൊതിക്കൊന്നും വേണ്ട, അതൊന്നും ഇല്ല കേട്ടോ. ഫസ്റ്റ് ഡേ വിവാഹം കഴിഞ്ഞു താലി കെട്ടി. 12:30 മണിക്ക് താലി കെട്ടുന്നു. 12:30 താലി ഘടിപ്പിക്കാതെ കാര്യം പറയൂ. ഇതാണ് കുഴപ്പം. ഇതുപോലത്തെ കുറെ നടന്മാരുണ്ട്, ഡയറക്ടറെ വേറെ കുതിരയാറിന്. ഇവനെ കൊണ്ട് എങ്ങനെ മലയാള സിനിമ നന്നാവും? കല്യാണം കഴിഞ്ഞു, 12 മണിക്ക് മുഹൂർത്തം, 12:30 മുഹൂർത്തം. 12:40 ദുബായിലോട്ട് പോകാനുള്ള വണ്ടി വന്നു. ആര് വന്നു? വണ്ടി വന്നു ദുബായിൽ. എൻ്റെ വൈഫ് ദുബായി പോകുന്നു. പിന്നെ 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വൈഫ് ബോഡിയായിട്ട് വരുന്നത്. വൈഫ് പിന്നെ 10 അല്ല 20 വർഷം കഴിഞ്ഞാലും ബോഡിയല്ലേ വരുന്നത്? ആ ബോഡിയല്ല, ഡെഡ് ബോഡി ആയിട്ട് വരുന്നത്. അത് കാണുമ്പോൾ നിന്റെ റിയാക്ഷൻ, നിന്റെ മാനസിക വ്യാപാരം, മാനസിക വ്യഥ, ഇതെല്ലാം കറക്റ്റാണ് കിട്ടണം. അഭിനയിക്കാൻ അറിയാമോ? അറിയാം. അഭിനയിക്കാൻ അറിയാത്തവന്മാരെ എൻ്റെ സിനിമ വേണ്ട. അഭിനയിക്കാൻ അറിയാന്നുള്ളവനെ വേണ്ട. അല്ല, എങ്കിൽ അറിഞ്ഞൂടാ. നാച്ചുറൽ ആക്ടിങ് ആയിരിക്കണം. അറിഞ്ഞൂടാ, പിന്നെ വേണ്ട കേട്ടോ, അറിഞ്ഞൂടാ. അല്ല, അഭിനയിക്കാൻ പാടില്ല, അഭിനയിക്കാൻ അറിയാതിരിക്കാനും പാടില്ല, നാച്ചുറൽ ആയിരിക്കണം. ആയിക്കോട്ടെ, എനിക്ക് കിട്ടണം. ഒന്ന് പറയാൻ എനിക്ക് ഡബിൾ ആ മുഖത്ത് നിന്ന് വരണം. തീർച്ചയായും. ഇത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ. അല്ല, അലറിക്ക് അറിയാൻ വല്ല എന്തൊക്കെ ഉദ്ദേശമാണെങ്കിൽ ഞാൻ വല്ല പഠിച്ചു. എൻ്റെ സെറ്റിൽ ഷൗട്ട് ചെയ്തൊന്നും പാടില്ല. നാച്ചുറൽ ആക്ടിങ്, സട്ടിൽ ആക്ടിങ് ആയിരിക്കും. വീട്ടിൽ ചെയ്യണ പോലെ വീട്ടിൽ വന്നിട്ട്. അപ്പോ ഭാര്യ ബോഡിയായിട്ട് വന്നു. ഇത് ഭാര്യ ചെയ്യട്ടെ. കരയാൻ പാടില്ലല്ലേ? അവിടെ എങ്ങാനും വൃത്തിയേടാക്കിയ എന്റെ സ്വഭാവം മാറും. ഇത്രയും ബലം എന്തിനാടാ? മതിയാ മതിയാ മതിയായ നിങ്ങൾക്ക്? മതിയായ മതിയായ നിങ്ങൾക്ക്? അതെ, ഉള്ളിന്ന് വരണേ ഉള്ളൂ. ഇനി ഉള്ളിന്ന് വരാണ്ടെങ്കിൽ കറലാക്കിക്കളാ പോ. ഉള്ളി ഇനി വരാണ്ടെങ്കിൽ അല്ല പിന്നെ നല്ല കൗണ്ടർ. അല്ലച്ചാ, പക്ഷേ എത്ര വൃത്തിയായിട്ടില്ലായിരുന്നല്ലേ, രസം ഉണ്ടായിരുന്നു. പൊറോട്ട ഇറച്ചി വാങ്ങിച്ചതെന്ന് പറഞ്ഞാ വില കയ്യിരിക്കട്ടെ. എടാ, നിനക്ക് നല്ലൊരു പണി അച്ഛൻ വീട്ട് കട കിട്ടി വന്നിട്ടില്ല, അത് നോക്കി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കടാ. അഭിനയിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കണം.
എനിക്ക് എല്ലാവരും പോയി എനിക്ക് എൻ്റെ ക്രിയേറ്റീവ് വർക്ക് എനിക്ക് തുടങ്ങാൻ സമയമായി എല്ലാവരും വാ പിള്ളേരെ ബാലൊരു ജോലി നടക്കട്ടെ വാ നിങ്ങൾ ചുമ്മാ അഭിനയിക്കാതെ. പോരെ അവിടെ മൊത്തം വൃത്തികേടാക്കി ജോസം പിടിച്ച് നാച്ചുറൽ ആയിരിക്കണ്ടേ കേശു വിടും അപ്പൊ റോട്ടർസിങ് കിട്ടൂല പോടാ പോടേ കടപ്പുടാ കടപ്പുടാ ഒരവസരം കൊടുത്തറ ഇതും തോന്നുന്നത് എനക്കില്ലല്ലോ ഇതെന്താ സ്റ്റാച്ചു പോയിട്ട് വരട്ടാ അച്ഛാ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എടുത്തു മോളെ അതല്ല എന്റെ സ്ക്രിപ്റ്റ്. നിന്റെ സ്ക്രിപ്റ്റാ നിന്റെ സ്ക്രിപ്റ്റ് അവന് വായിക്കാൻ കൊടു അവൻ വായിച്ച് പഠിക്കിട്ട് രണ്ടും ചേര് പിന്നെ ഒരു കാര്യം ഷോട്ട് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോ മീൻ വാങ്ങിക്കാൻ പോ അതില്ല അരിയില്ല മണ്ണെണ്ണ ഇല്ല പഞ്ചാര എല്ലാം പറഞ്ഞാ ഞാൻ അവിടെ നിന്ന് പച്ച തെറിഞ്ഞ വിളിച്ച് പറയും ആ പിന്നെ നിനക്കൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ തെലുങ്കിലും തമിഴിന്നും കന്നഡയിൽ നിന്നൊക്കെ എനിക്ക് വിളി വരും വർക്കില്ലാതെ വീട്ടിൽ ഇരിക്കുന്ന സംവിധായകന്മാർ പറയാറുണ്ടല്ലോ തമിഴ് തെലുങ്ക് പടമൊക്കെ ഉണ്ടെന്ന് അതുപോലെയല്ല എന്നെ വിളിച്ചാലേ ഞാൻ പോകും ഓക്കെ അപ്പോൾ ചോദ്യം ഉത്തരം എല്ലാം ഒരാൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് പോയിട്ട് വരട്ടെ അല്ലേ നെഗറ്റീവ് പറയണ്ടെന്ന് പറഞ്ഞോണ്ട് ആട്ടം മിട്ടാതിരിക്കണം എന്തായാലും പുഷ്പ അല്ല പോയിട്ട് വരാൻ പറഞ്ഞതാ പോട്ടെ അപ്പോൾ നിന്ന പ്രശ്നമാവും നടത്തേക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ ഡയറക്ടറായപ്പോ ആറ്റിറ്റ്യൂഡ് മാറ്റിയില്ലായിരിക്കും ശോഭിക്കൂല ഉറപ്പല്ലേ